ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ എന്നെ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ട. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മുടെ സമയം കളയേണ്ട. രമേശ് പിഷാരടിയുടെ ഒരു ദീർഘവീക്ഷണേ, ആ മനുഷ്യന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കത്തി നിൽക്കുമ്പോൾ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഈ അഖിൽ കോട്ടത്തല എന്ന് പറയുന്ന ഒരു ബാണം, ആ ബാണത്തിനുള്ള മറുപടിയാ. ഇപ്പൊ ബാണം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എന്തൊക്കെയായിരുന്നു അവന്റെ ഒരു അഹങ്കാരം. അവൻ കരുതിയത് അവന് മത്സരിക്കുമ്പോഴേക്കും അതും PT തോമസിന്റെ മണ്ഡലമായ തൃക്കാക്കരയില് മത്സരിക്കുമ്പോഴേക്കും ഇവൻ കരുതിയത് ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഏതോ ബിഗ് ബോസിലൊക്കെ പോയി വന്ന് ഒക്കെ ഇറങ്ങുമ്പോഴേക്കും ഇവൻ കരുതുന്നത് എന്തോ ഭയങ്കര സംഭവമായി എന്നാ. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന വാണം ഷോയും അതിൽ പങ്കെടുക്കുന്ന കുറെ വാണങ്ങളും ഒക്കെ അങ്ങനെയുണ്ട്. ഇവർക്കൊരു മെന്റാലിറ്റിയാ, ഞങ്ങൾ ബിഗ് ബോസ് പോയാൽ എന്തോ ഭയങ്കര സംഭവമാണെന്നാ. അങ്ങനെയാണ് തൃക്കാക്കരയിൽ മത്സരിച്ചത് ഉമാ തോമസിനെതിരെ. PT തോമസിന്റെ പത്നി ഉമാ തോമസിനെതിരെ തൃക്കാക്കരയിലെ ഏത് പിണറായി വിജയന് താഴെ മെട്രോ, മേളെ വാട്ടർ മെട്രോ, അതിൻ്റെ മുകളിൽ മറ്റേ വിമാനത്താവളം എന്നൊക്കെ പറഞ്ഞിട്ട് ആ തൃക്കാക്കരയിൽ നിന്ന് പിണറായി വിജയൻ എടുത്തെറിഞ്ഞിട്ടുണ്ട് തൃക്കാക്കരയുടെ മക്കളെ. അവിടെ വന്നിട്ട് ഉമാ തോമസിനെതിരെ, എന്നിട്ട് ഉമാ തോമസിനെ മൂക്കിൽ വലിക്കാൻ ഇവൻ കരുതിയത് എന്താണെന്നറിയോ? ഇവൻ കരുതിയത് ഈ പറയുന്ന ഇവൻ ഈ സോഷ്യൽ മീഡിയയിൽ പറയാണ്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ വാണങ്ങളുണ്ട്. വാണങ്ങൾ എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താ, ഓൺലൈൻ മീഡിയ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ കുറേ വാണങ്ങളുണ്ട്. ആ വാണങ്ങളാണ് ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് എന്നാണ് ഈ പറയുന്ന അഖിൽ കോട്ടത്തല. എന്ത് മാരാറണോ അവരൊക്കെ, ഒരു കോട്ടത്തല. ആ കോട്ടത്തലയുടെ കരുതൽ അങ്ങനെയാണ് ഇവൻ്റെ ഒക്കെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അതല്ല എന്നുള്ളത് എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇപ്പം എന്തായി? ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമാണ്. ആരാ പ്രശ്നം? അതുവരെ സാബു ജേക്കബ് ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പം സാബു ജേക്കബ് വലിയ പ്രശ്നക്കാരനായിട്ടുണ്ട്. മാത്രമല്ല ഈ പറയുന്ന ഇവരെ ജില്ലാ പ്രസിഡന്റ് ആക്കിയില്ല എന്നാണ് പറയുന്നത്. 2020 ജില്ലാ പ്രസിഡന്റ് ആക്കാൻ ഇവൻ ആവശ്യപ്പെട്ടത്രേ. അപ്പോൾ ഇവൻ ആവശ്യപ്പെടുമ്പോൾ ഇവൻ പറഞ്ഞോലു, എന്നെപ്പോലെ ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള 24 മണിക്കൂറും ബിസി ആയിട്ടുള്ള, രാത്രി ഭാര്യയുടെ കൂടെ കിടക്കാൻ പോലും സമയം കിട്ടാത്ത അഖിൽ കോട്ടത്തല എന്ന അവനെ ഞാൻ ഇത്രയൊക്കെ ബിസിയാണ്. സാബു ജേക്കബിനോട് പറഞ്ഞതാണ്, എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കാൻ പോലും സമയം കിട്ടാറില്ല. അത്രയും ബിസിയായ തന്നെ 2020 ജില്ലാ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞു പോയ സാബു ജേക്കബ് പിന്നെ പ്രസിഡന്റ് ആക്കിയില്ല എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം. ഇവൻ സാബു ജേക്കബിൻ്റെ കൂടെ കൂടിയത് എന്തിനാണെന്നറിയോ? സാബു ജേക്കബിൻ്റെ കയ്യിൽ കാശുണ്ട്. ആ കാശ് കിട്ടുമെന്ന് കരുതിയിട്ടാണ് സാബു ജേക്കബിൻ്റെ കൂടെ കയറിയത്. പിന്നെ ഇവനൊരു കാര്യം അറിയുന്നത്, പരസ്യമായിട്ട് BJPക്കൊപ്പം നിൽക്കാൻ കഴിയില്ല ഒറ്റടിക്ക്. അപ്പം മെല്ലെ സാബു ജേക്കബിൻ്റെ കൂടെ നിന്ന് പിന്നെ ഒന്ന് അങ്ങോട്ട് മാറി ഇങ്ങനെയൊക്കെ കളിക്കാന്ന് ഇവൻ കരുതിയത് ഇവനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നു. ഇവൻ അത്തരത്തിൽ കുറേ വാർത്തകൾ ഇങ്ങനെ പടച്ചുവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെ. PR ആണ്, പക്ഷെ നടന്നില്ല എന്നുള്ളതാ. അപ്പം എന്താണെങ്കിലും ഇപ്പം 2020 നിന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടിപ്പോൾ ജയിച്ച MLA മന്ത്രിമാർ ഒക്കെ അവർ സത്യപ്രതിജ്ഞ കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും തോറ്റ ഇവൻ പാർട്ടി വിടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ജയിച്ച ആൾക്കാരുണ്ടല്ലോ, അവർ സത്യപ്രതിജ്ഞയൊക്കെ ഒന്ന് കഴിഞ്ഞൊന്ന് ഉഷാറായിട്ട് ഇങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇവൻ പാർട്ടി വിട്ടിരിക്കുന്നു. എന്തായാലെങ്കിലും സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ശുഭവാർത്തയാണ്. മനസ്സിലായില്ലേ? ഇവരൊന്നും ഒരു
ഇവരൊക്കെ അങ്ങനെ ഉണ്ട് ചില ആളുകൾക്ക്. അത് ഈ BJPയുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. BJP കരുതുന്നത് എന്തറിയോ, ഈ ഉത്തരേന്ത്യകൾ പോലെ ഈ TV ഷോകൾ, സിനിമകൾ ഒക്കെ അഭിനയിച്ച ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാകുന്നാണ് ആര് കരുതുന്നത്? ഈ പറയുന്ന BJPയും സംഘ് പരിവാരവും കരുതുന്നത്. ഇത് കേരള ആണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഫസ്റ്റ് ഓഫ് ഓൾ ഇവറ്റകൾക്ക് ആദ്യം വേണ്ട. കേരളത്തിലെ BJP, സംഘ് പരിവാർ, NDA ഒക്കെ ആ പറയുന്ന ഒരു സാമ്പാറുണ്ടല്ലോ, ആ സാമ്പാറിന് ആദ്യം വേണ്ടത് ഇത് കേരളമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ ബോധം അതിന് ആദ്യം വേണം. അതുണ്ടായതിന് ശേഷമാണ് കേരളത്തിൽ മത്സരിക്കുക, പ്രവർത്തിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ ചെയ്യേണ്ടത് അതിന് ശേഷം. ആദ്യം ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ UPയിലോ ഗുജറാത്തിലോ ഒന്നുമല്ല, കേരളത്തിലാണ് എന്നുള്ള ബോധം ഉണ്ടാക്കുക. കാരണം ഇവിടെ കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും അവൻ്റെ രാഷ്ട്രീയ ബോധത്തിനൊരു കുറവുണ്ടാവില്ല. ഇപ്പോൾ ഒരു മനുഷ്യന്മാരാകുമ്പോൾ സാമ്പത്തിക സ്ഥിതികൾ പല തട്ടിലിരിക്കും. പക്ഷേ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് അത് എല്ലാ അർത്ഥത്തിലും. ഇപ്പം ഇന്നലെ ഞാൻ ഒരു പഞ്ചാബി, ഒരു സിഖുകാരനാണ് പഞ്ചാബി, കേരളത്തിൽ ആ വ്യക്തി കേരളത്തിലുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ വീഡിയോയിൽ അയാൾ പറയാണ് ഇവന് രാവിലെകളിലൊക്കെ ചായ കുടിക്കാൻ ചായപ്പീടികയിലുണ്ടാവല്ലോ, ചായപ്പീടികയിൽ ചായ കുടിക്കാൻ കയറി കഴിഞ്ഞാൽ അവൻ പറയുന്നത് ഈ സിറ്റിയിലല്ല കേട്ടോ, നാട്ടുമ്പുറത്തെ ചായക്കടകളിലൊക്കെ ചായ കുടിക്കാൻ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രായമായ ആളുകളും അല്ലാത്തവരും ഒക്കെ ഇരുന്ന് അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നരേന്ദ്രമോദി ഉണ്ട്, ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, ഇറാൻ ഉണ്ട്, ഉക്രൈൻ ഉണ്ട്, ഇസ്രായേൽ ഉണ്ട്, പലസ്തീൻ ഉണ്ട്, ഹമാസ് ഉണ്ട്, പിന്നെ കേരളമുണ്ട്, പിണറായി വിജയനുണ്ട്, സതീശനുണ്ട്. അങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും എന്തിന് CJP പ്രൊട്ടസ്റ്റ് അടക്കമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ പറയുന്നത് അത്ഭുതമാണെന്നാണ് പറയുന്നത്. കാരണം ഇത്രയധികം രാഷ്ട്രീയ പ്രബുദ്ധത അത് മറ്റെവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സംഘ് പരിവാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേരളം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് ഒരു വല്ലാത്തൊരു അടിസ്ഥാനമുള്ള നാടാണിത്. അത് ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിലൊന്നല്ല കേട്ടോ, അത് ഈ കേരളത്തിലെ മലയാളിയുടെ ഒരിതാ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ രാഷ്ട്രീയക്കാർ നമുക്ക് തന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പലതും എല്ലാം രാഷ്ട്രീയക്കാർ ചെയ്തു തന്നില്ലെങ്കിലും നമുക്ക് പലതും കാണിച്ചു തന്നിട്ടുണ്ട്, സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ നമുക്ക് ചെയ്തു തന്ന പല കാര്യങ്ങളാണ്. പിന്നെ അതോടൊപ്പം മലയാളി വളരെ കൃത്യമായിട്ട് അവൻ സ്വപ്നം കാണുന്നു, അവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് വിഷയം മാറുകയാണ്. അപ്പോൾ കോട്ടത്തല 2020 വിട്ടു. ഇപ്പോൾ സാബു ജേക്കബിനെ പരത്തേറി വിളിക്കുന്നുണ്ട്. കോട്ടത്തല സാബു ജേക്കബിനെ പരത്തേറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെക്കുറിച്ച് രമേശ് പിഷാരടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. നാമത് ഒരു മനുഷ്യനാകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ രാഷ്ട്രീയമാണോ? രാഷ്ട്രീയമാണെങ്കിൽ ആദ്യം എന്ത് വേണം? ആദ്യം നമുക്കൊരു ഒരു പ്രത്യയശാസ്ത്രം വേണം, ഒരാശയം വേണം, ഒരാദർശം വേണം. എന്നിട്ടൊരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ ചൂസ് ചെയ്യണം കക്ഷി രാഷ്ട്രീയമാകുമ്പോൾ. എന്നിട്ട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയണം. ഓക്കെ, മേ ബി തെറ്റുകളൊക്കെ പറ്റും നമ്മുടെ സെലക്ഷൻ, ചിലപ്പോൾ നമ്മുടെ ചിന്താഗതിയിലൊക്കെ. ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവന് ഈ പറയുന്ന 2020 ഭാഗമായതാണെങ്കിലും ശരി, ഇനി ഏത് പാർട്ടിയുടെ ഭാഗമാകുകയാണെങ്കിലും പോലും അതൊന്നും ഈ പറയുന്ന രാഷ്ട്രീയമോ ആദർശമോ ആശയമോ പ്രത്യയശാസ്ത്രമോ ഒന്നുമല്ല, മറിച്ച് പണം മാത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ ഇത് കിട്ടുന്നോ, എവിടെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നത് കുറവാണ് അവിടെ കൂടുതൽ കിട്ടും എന്ന് കണ്ടാൽ ഇങ്ങനെ നിരന്തരമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. പ്രത്യയശാസ്ത്രവും പാർട്ടി എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ഒന്നും കിട്ടില്ല. അങ്ങനത്തെ ആളുകളുണ്ട്. ജീവിതാവസാനം വരെ കൊടി പിടിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കക്ഷി രാഷ്ട്രീയമാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും.
അതിന് എന്താ പറയേണ്ടത്, ഇപ്പം നമുക്കിപ്പോൾ എല്ലാ പാർട്ടിയും അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പാർട്ടി കുറ്റമറ്റതാണ് എന്നൊന്നുമില്ല. എൻ്റെ പാർട്ടിക്കും തെറ്റുകളൊക്കെ ചിലപ്പോൾ പറ്റും. പക്ഷേ അത് തിരുത്തുന്നുണ്ടോ, ആൻഡ് അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ തുടക്കം എവിടുന്നാണ്, ഇതിൻ്റെ അജണ്ടകൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ പരിഗണനാ വിഷയം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഞാൻ മരിക്കുവോളം എൻ്റെ പാർട്ടി കൊണ്ട് ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഞാൻ മരിക്കുവോളം എനിക്ക് ₹1 ഒരു സഹായമോ ഒരു ഉപകാരമോ കിട്ടിയെന്ന് വരില്ല. കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി അതാവണം. അല്ലാതെ ഈ പറയുന്ന അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഏർപ്പാട് അത് അത്ര ഒരു ശരിയുള്ള ഏർപ്പാടല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഈ രാഷ്ട്രീയം ഇവനൊക്കെ പലപ്പോഴും പല വിഷയങ്ങളിൽ അഭിപ്രായമൊക്കെ പറയുന്നത് നിങ്ങൾ കേൾണ്ടാവും. അപ്പോഴും അഭിപ്രായം പറയുന്നതും കക്ഷി രാഷ്ട്രീയവും തമ്മിൽ ആനയും മണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആദ്യം അറ്റ്ലീസ്റ്റ് ഈ കക്ഷി രാഷ്ട്രീയം എന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് പ്രതികരണങ്ങളുമായി എത്തുന്നതായിരിക്കും നല്ലത്. അതാണ് ഇപ്പോൾ രമേശ് പിഷാരടിയും പറഞ്ഞത്. അവരിപ്പോൾ ഒന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച വേറൊന്ന് പറയും. നമുക്കൊരു 2 കൊല്ലം സമയം കൊടുക്കുക. എന്നിട്ട് അവൻ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുന്നുണ്ടോ, അവൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് ബോധ്യമായതിന് ശേഷം നിങ്ങളെങ്ങാനും ആലോചിച്ച് നോക്ക്, ഇപ്പം മറുകണ്ഠം ചാടിയോന് ഇവനാണ് വിജയിച്ചിരുന്നതെങ്കിൽ വിജയിക്കൂല, അത് വേറെ കാര്യം. വിജയിച്ചിട്ടുമില്ല, തോറ്റു പരാജയപ്പെട്ട് 8 നിലയിൽ പൊട്ടി, കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു കിട്ടാതെ. അപ്പോൾ ഇവനായിരുന്നു അവിടെ വിജയിച്ചിരുന്നതെങ്കിൽ, ഞാൻ ജസ്റ്റ് ഇമാജിനേഷൻ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞതാണ്. അപ്പം തൃക്കാക്കരയിൽ ഈ അഖിൽ കോട്ടത്തലയാണ് വിജയിച്ചിരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെ കാട്ടിക്കൂട്ടലായിരിക്കും ഇവനൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടാകുക അല്ലേ?